റിലീസ് ചെയ്തിട്ട് ഇന്നേക്ക് 1 വർഷം തികയാണ്. മോഹൻലാലിന്റെ ഷൺമുഖൻ തീർത്തൊരോളം ഒരു രക്ഷയില്ലായിരുന്നു. കാരണം അന്ന് വലിയ പ്രതീക്ഷയില്ല. 2025 ഏപ്രിൽ റിലീസ് ചെയ്യുമ്പോൾ വലിയ പ്രതീക്ഷ ഇല്ലാതിരുന്നത് തുടരുമായിരുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി ഇറങ്ങിയത് എമ്പുരാനാണ്. എമ്പുരാൻ എത്ര കളക്ഷൻ നേടിയാലും അതുണ്ടാക്കിയ വിവാദങ്ങളും മറ്റു പ്രശ്നങ്ങളും കൊണ്ട് എമ്പുരാൻ ആരും പ്രകീർത്തിക്കപ്പെട്ടിട്ടില്ല. അത് പൃഥ്വിരാജിന് ഒരു വളരെ നെഗറ്റീവായി, മോഹൻലാലിനും അത് നെഗറ്റീവായി. ഇതെല്ലാം തേച്ചു മായച്ച് തൊട്ടടുത്ത മാസം ഇറങ്ങുകയാണ് തുടരും. തരുൺമൂർത്തിയായിരുന്നു ഡയറക്ടർ. ഓപ്പറേഷൻ ജാവയും സൗദി വെള്ളക്കൊക്കെ നല്ല സിനിമകളാണ്, കളക്ഷനൊക്കെ കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും ഇത്രയും ഗംഭീര ഒരു വിജയം തരുൺമൂർത്തിയും അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള രജപുത്ര രഞ്ജിത്തും പ്രതീക്ഷ കാണുകയില്ല. അസാധാരണ വിജയം. വേൾഡ് വൈഡ് 240 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയപ്പം കേരളത്തിൽ മാത്രം 118 കോടി കളക്ഷൻ നേടി. അത് മാത്രമല്ല, ആബാലവൃദ്ധ ജനങ്ങൾ, എനിക്ക് തോന്നുന്നു ഇപ്പം വാഴ 2 പോലും അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും വരെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണ്ട, ഞങ്ങളുടെ മോഹൻലാലിനെ വേണം എന്ന് പറഞ്ഞ് ഇറങ്ങിക്കണ്ട, അറിഞ്ഞു വെച്ച് ആൾക്കാർ ഇറങ്ങിക്കണ്ട സിനിമ എന്ന് പറയുന്നത് തുടരും തന്നെയാണ്. നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ജോർജ് സാർ എന്ന് പറഞ്ഞ കഥാപാത്രം പ്രകാശ് വർമ്മ നിറഞ്ഞാടി. നമുക്ക് ഒരു രക്ഷയില്ല. അയാളെ എങ്ങനെന്തെങ്കിലും ചെയ്യണമെന്ന് വീട്ടുകാർക്കൊപ്പം നമുക്കും എല്ലാം ഫീൽ ചെയ്യുന്ന ഒരു സിനിമ. ഒരു രക്ഷയില്ലാത്ത ഷാജിയുടെ ക്യാമറ വർക്ക്, പിന്നെ മണിയമ്പിള്ള രാജു, ശോഭന, ആദ്യത്തെ പാട്ടുകളായാലും ഒക്കെ. ആദ്യത്തെ ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ 2-2.5 മണിക്കൂർ 3 മണിക്കൂറിനടുത്ത സിനിമ പിന്നെ പോകുന്നതേ അറിയത്തില്ല. ഒരു രക്ഷയില്ലാത്ത മോഹൻലാലിൻ്റെ ആക്ഷൻ ബ്ലോക്കുകൾ എല്ലാം തകർത്ത് വാരിയൊരു സിനിമ. മലയാളത്തിലെ സർവകലാ റെക്കോർഡിൽ എത്തിച്ച ഒരു സിനിമ. ഗംഭീര സിനിമ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രായം ചെന്നവരുൾപ്പെടെയുള്ളവർ കണ്ട സിനിമ. ഇങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ മോഹൻലാലിനെ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവന്ന സിനിമ ഉറപ്പായിട്ടും എമ്പുരാനല്ല തുടരുവാണ്. ഇനിയും തരുൺമൂർത്തിയുടെ അടുത്ത സിനിമയിൽ മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. രഞ്ജിത്ത് രജപുത്രയുടെ അടുത്ത തരുൺമൂർത്തി പടത്തിൽ മോഹൻലാൽ തന്നെയാണ് നായകൻ. ഇതെല്ലാം അതിഗംഭീര വിജയമാകട്ടെ.